മലയാളികളുടെ മുഴുവൻ മനസ്സിലും ഗുരുദേവ ദർശനങ്ങൾ എത്തിച്ചു നൽകിയ കവിയുടെ പേരെന്താ? കുമാരനാശാന. അതിൽ ഒറ്റ ഉദാഹരണം പറയാം, ചണ്ടാല പിശുകി. ഒറ്റ ഉദാഹരണം ചണ്ടാല പിശുകി. എന്താണ്? ഈ പാലക്കാടൻ കാലാവസ്ഥ പോലെ കഠിനമായ വേനലിൽ ദാഹിച്ചു വലഞ്ഞു വരുന്ന ബുദ്ധവിഷു ആനന്ദൻ. അത് ബുദ്ധവിഷു ആയ കാലകാലം ബുദ്ധമതത്തിന്റെ യാതൊരു വ്യത്യാസം ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ബുദ്ധവിഷു വരികയാണ്. അപ്പോഴാണ് ഇതാ അവിടെ നിന്നിട്ട് മാതങ്കി വെള്ളം വരുന്നുണ്ടോ? അവിടെ നിങ്ങൾ കണ്ടില്ല? മാതങ്കി വെള്ളം ഇങ്ങനെ പാളയിൽ പോരാണ്. ഓ രക്ഷപ്പെട്ടു എന്ന് ചോദിച്ചറിയാം. ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനോ കുടുതന്നീരിതാശുനീ അല്ലേ? ആശുനി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത്ര ദാഹമുണ്ട്. അപ്പോഴാണ് സന്യാസി പറഞ്ഞു കേട്ട പെൺകുട്ടി തിരിഞ്ഞു നോക്കി. കുട്ടി ഞെട്ടിപ്പോയി. അല്ലെന്നു കഥ ഇത് കഷ്ടമേ നല്ലതാരെന്നു ജാതിയും അറിഞ്ഞിതോ കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാവിവളൊരു ചണ്ടാലി ഗ്രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന ചാമനായകൻ തന്റെ കിടത്തിനാൽ. അങ്ങ് എന്താണ് ദാഹം കൂടിപ്പോയെന്ന് വിചാരിച്ച് ജാതി മറന്നുപോയോ? വെള്ളം തന്നാൽ എന്റെ ഗതി എന്താകുമെന്ന് അങ്ങ് ആലോചിച്ചോ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ശിക്ഷാപദം പോലുള്ള വലിയ ശിക്ഷ കിട്ടും. അതുപോലെ സന്യാസിക്ക് കിട്ടും ശിക്ഷ. മനസ്സിലായോ? അതുകൊണ്ടാണ് ആ പെൺകുട്ടി പേടിച്ച് കുറച്ച് ചോദിക്കുന്നത്. ദാഹം കൂടി പോയി എന്നത് കൊണ്ട് അങ്ങ് ജാതി മറന്നു പോയോ എന്ന് ചോദിക്കുകയാണ്. കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാവും ഇവളൊരു ചണ്ടാലി ഗ്രാമത്തിന് പുറത്തെങ്ങ് വസിക്കുന്ന ചാമനായകൻ തന്റെ കിടാത്തിനാൻ. അപ്പൊ സന്യാസി ശാന്തനായിട്ട് പറയാണ്, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരീ, ചോദിക്കുന്നു നീർ നാവോ വരണ്ടഹോ. എന്റെ കുട്ടി, ഞാൻ ജാതി ചോദിച്ചോ? ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? ഈ ജാതി എന്നൊക്കെ പറയുന്നത് കെട്ടിച്ചാണ്ടത് അങ്ങനെ ഇങ്ങോട്ടെ എല്ലാ മനുഷ്യനും തുല്യനാണ്. കുട്ടി കുറച്ച് വെള്ളം കുടിച്ചോളൂ. അതെല്ലാം കേട്ട് മനസ്സിലാക്കിയ, നേരത്തെ പറഞ്ഞ ആത്മജ്ഞാനം തന്നെയാണ്. അത് കേട്ട് മനസ്സിലാക്കിയ കുട്ടി എന്ത് ചെയ്തു? പിന്നെ തക്കം പറഞ്ഞില്ല രോമനാൾ അല്ലേ? കല്യാണവൾ കല്ലല്ലിരുമ്പല്ല. ആ വെള്ളം പാളയെന്ന് വിളിച്ചു കൊടുത്തു. സന്യാസി കൈകൊമ്പിടിൽ വാങ്ങി കുടിച്ച് ദാഹം ശമിപ്പിച്ച് നടന്നുകൊണ്ട് പോയി. അപ്പൊ ഇപ്പോഴത്തെ ജീവിച്ചിരിക്കുന്ന കവി സച്ചിദാനന്ദന്റെ ഒരു കമന്റ് ഉണ്ട്. ആ പാളയുടെ ഒഴുകിയത് സപ്തസാഗരവും ഒരുമിച്ചാണ്. 7 മഹാസമുദ്രങ്ങളിലെയും വെള്ളം ഒരുമിച്ചൊഴുകിയാൽ ഉണ്ടാകാവുന്ന സുനാമിയേക്കാളും വലിയ സുനാമിയായി കേരളക്കരയിലാകമാനം അലയടിച്ചു. അങ്ങനെ ചായപ്പൊഴികളിലും വഴി നടക്കുന്നിടത്തും എല്ലാം ചർച്ചയായി കുമാരനാശാന്റെ കൃതി. അങ്ങനെ ഒരു സന്യാസിക്ക് വെള്ളം താണയായി കൊടുക്കാമോ? കൊടുത്താൽ എന്താണോ? കൊടുത്താൽ എന്താ കുഴപ്പം? മനുഷ്യർക്ക് ഒറ്റ ജാതികളും അങ്ങനെയാണോ ഇങ്ങനെയാണോ? അവസാനം എവിടെ എത്തി? കൺക്ലൂഷൻ. മലയാളികൾ മുഴുവൻ ഒരു കൺക്ലൂഷൻ എത്തി. ഭഗവാൻ പറഞ്ഞു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനാണ്. ശരിയല്ലേ? അതുപോലെ മലബാറിനെ നിവൃത്തമാക്കിക്കൊണ്ട് എഴുതിയിട്ടില്ലായിരുന്നു ദുരവസ്ഥ. ആ ദുരവസ്ഥയിലുണ്ട്. അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു പോയിട്ടുള്ള സാവിത്രി അന്തർജനം ചെന്ന് അഭയം പ്രാപിച്ചത് പുലയന്റെ കുടിലില, ചാത്തമ്പുലയന്റെ കുടിലിൽ. അത്ഭുതമാണ്. ഗുരുദേവൻ ഇങ്ങനെ കഥാപാത്രങ്ങളും നായകന്മാരും നായകിയുമാക്കിയത് ആരെയാണ് നിങ്ങൾ ചിന്തിച്ചോ? അന്ന് മനുഷ്യന്റെ മുന്നിൽ കണ്ണിൽ പെട്ടാൽ ശിക്ഷ കിട്ടുന്ന ജാതിയാക്കി തരം താഴ്ത്തിയിരുന്ന ജാതിയിൽപ്പെട്ട പുരുഷന്മാരെയും സ്ത്രീകളെയുമാണ് ഗുരുദേവൻ നായികയും നായകനുമാക്കിയെന്ന് ആലോചിക്കണം. ആരും ചെയ്യാത്ത കാര്യം. സോറി, ഗുരുദേവനല്ല, കുമാരനാശാൻ. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് നേരത്തെ മാതങ്കി ഏത് വിഭാഗം? കണ്ണി കണ്ടാലും കുഴപ്പമുള്ളത് ആണ് അവരെ നായികയാക്കിയത്. അതുപോലെ ചാത്തമ്പുരയുടെ കുടിലിൽ ഓടിക്കയറിയതാരാ? സാവിത്രി അന്തർജനം. അവിടെ നിന്നു ചാത്തമ്പുര ഒറ്റയ്ക്ക. ആ പുലയൻ അവിടെ ആ പുറത്ത് കിടന്നു. സാവിത്രി കുട്ടിനെ അകത്ത് കിടന്നു. ഈ പുലയനെ പേടിച്ചാ കിടക്കുന്നത്. പക്ഷെ പുലയൻ ദിവസവും പോയി ഭക്ഷണം കൊണ്ടു കൊടുക്കും. ഭംഗിയായി നോക്കി. ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോ സാവിത്രി അന്തർജനത്തിൽ മനസ്സിലായി, എന്റെ സമുദായം ഉൾപ്പെടെ ഏത് മനുഷ്യനും വെച്ച് ഏറ്റവും വിശ്വസിക്കാൻ കഴിയുന്നത് ചാത്തമ്പുരേനെയാണ്. അതുകൊണ്ട് ഞാൻ അവനെ കല്യാണം കഴിക്കുന്നു. അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി ചിന്തിച്ചാൽ കൊന്നുകളയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്പൂതിരി പെൺകുട്ടിയെ ചാത്തമ്പുരേനെ കൊണ്ട് കെട്ടിച്ച മഹാവിപ്ലവ